قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മൾ 64-ാമത്തെ പാർട്ടിലാണുള്ളത്. ഈ അജിപ്പാറിൻ്റെ ഖുർആൻ ക്ലാസ് ഇന്ന് വ്യാജേന നടക്കുന്ന ഒരു കുന്തും അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താ ഇപ്പം ഇതിങ്ങനെ നിൽക്കും, ഒരു പിടുത്തം കിട്ടില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ വായിച്ച ഒരാളും ഇങ്ങനെ പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഞാൻ വെറുതെ പറയല്ല, കാരണം അത്രക്ക് ഖുർആൻ തീരെ വായിച്ചിട്ടില്ലാത്ത ഒരാൾ എന്തൊക്കെ പറയുമോ അതേ രീതിയിലാണ് ഇദ്ദേഹം വായിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അത് വായിച്ചിട്ട് പറയാണ്, അതാണ് വലിയ അത്ഭുതം. എങ്ങനെ ഇതിന് കഴിയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കേൾക്കാം നമുക്ക്. ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അന്നത്തെ മക്കാരെ മുഹമ്മദിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന് മുഹമ്മദ് കൊടുക്കുന്ന മറുപടിയാണിത്. താക്കീതുകാരനൊന്നും വന്നിട്ടില്ലാത്ത ഒരു നാട്ടിൽ താക്കീതുകാരനയക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സ്ഥിരം പതിവാണ്. അങ്ങനെയാണ് മൂപ്പരെ അവിടെ താക്കീതുകാരനാക്കി പറഞ്ഞയച്ചത് എന്നാണ്. ഇനി ഈ കഥയിലുള്ള മറ്റൊരു വൈരുദ്ധ്യം കൂടെ പറയാം. ഈ കഥ അനുസരിച്ചാണെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പ് മക്കയിൽ താക്കീതുകാരനില്ലാത്ത കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച ഒരു താക്കീതുകാരനായിരുന്നു മുഹമ്മദ് എങ്കിൽ ആ മക്കയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും നാട്ടിൽ ഈ താക്കീതുകാരനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം അവർക്കൊന്നും ഈ താക്കീതുകാരനെ നേരിട്ട് കിട്ടിയിട്ടില്ല. താക്കീതുകാരൻ പറഞ്ഞ പുസ്തകം അല്ലെങ്കിൽ താക്കീതുകാരൻ പറഞ്ഞ വഴിപാടുകൾ പുസ്തകങ്ങളാക്കിയിട്ട് അത് ആൾക്കാർ കാണാപ്പാടം പഠിച്ചിട്ട് അത് നാനാഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് മുഹമ്മദിന്റെ ഈ താക്കീത് ഗ്രന്ഥം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പിന്നീട് എത്തിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ പോലും ഈ മുഹമ്മദിന്റെ താക്കീത് എത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു ലോകത്ത്. അവിടെയൊക്കെ താക്കീതുകാരൻ അറിഞ്ഞിട്ടില്ല, വന്നിട്ടില്ല എന്ന കാരണം കൊണ്ട് വേറെ താക്കീതുകാരനെ അയക്കേണ്ടതല്ലേ? ഇന്ത്യയിൽ താക്കീതുകാരനെ അയച്ചിരുന്നോ? അപ്പോൾ സൂറത്ത് ഖസസിലെ ആയത്താണ് ഇദ്ദേഹം പറയുന്നത്, 46-ാമത്തെ ആയത്ത്. അതായത് നാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച സമയത്ത് ആ പർവ്വതത്തിൻ്റെ പാർശ്വത്തിൽ നീ ഉണ്ടായിരുന്നുമില്ല. പക്ഷേ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യത്താൽ നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടിയത്രേ ഇത്. അവർ ആലോചിച്ച് മനസ്സിലാക്കിയേക്കാം. ഇതാണ് ഈ ആയത്തിലുള്ളത്. അപ്പം ഈ ആയത്ത് വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത്, എന്താണെങ്കിൽ മുമ്പ് താക്കീതുകാരനില്ലാത്ത ഈ ജനതയ്ക്ക് മാത്രമാണോ താക്കീതുകാരന് അയച്ചത്? അങ്ങനെയാണെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും താക്കീത് അയക്കേണ്ടതില്ലേ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇദ്ദേഹം തന്നെ അത് മാറ്റി പറയുന്നുണ്ട് കേട്ടോ. അതായത് അത് പിന്നീട് ആളുകൾ മനഃപ്പാടമാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇയാൾ തന്നെ പറയുന്നുണ്ട്. അതാണ് ഇദ്ദേഹം പറയുന്നതിനെ ഇദ്ദേഹം തന്നെ ഗണ്ണിക്കാറുണ്ട് പലപ്പോഴും. അതാണ് സംഭവിക്കാറ്. അത് മാത്രമല്ല, ഇതൊരു എന്താ പറയുക, ഇതൊരു അത്ഭുതം കൂടിയാണ്. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചതാണ് ഖുർആനും അതിൻ്റെ അനുബന്ധമായ വിവരണങ്ങളായ ഹദീസും. ശരിക്കും ഈ 1400 വർഷങ്ങൾക്ക് ശേഷം ശരിക്ക് ഇത് കൃത്യമായിട്ട് കിട്ടേണ്ടതല്ല. കാരണം അതൊക്കെ നശിച്ചു പോവേണ്ട ഒരു സംഭവമായിരുന്നു. കാരണം ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു നരേഷനായിക്കൊണ്ട്, ഒരു ചെയിനായിക്കൊണ്ട് ഇവിടെ എത്തി എന്നുള്ളത് വലിയ അത്ഭുതം തന്നെയാണ് മിസ്റ്റർ. കാരണം നിങ്ങൾക്ക് ഈ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇത് കറക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ചരിത്രം, ചെറിയൊരു ചരിത്രമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനും അതേപോലെയുള്ള അതിൻ്റെ അനുബന്ധമായ ഹദീസുകളും കൃത്യമായിട്ട് അത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റിയ രീതിയിലാണ് അതിനെ സംരക്ഷിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സനദ് എന്ന് പറയും, അതിന് മുസ്നദ്, കൃത്യമായി ആളുകൾ ആരൊക്കെയാണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കാണാം അതിൻ്റെ സനദ്. ഇത് നബിയിലേക്ക് എത്തുന്ന സനദ്, അതായത് ആ പരമ്പര, ഇന്ന ആളിൽ നിന്ന് ഇന്ന ആൾ കേട്ടു, ഇന്ന ആളിൽ നിന്ന് ഇന്ന ആൾ കേട്ടു എന്നുള്ളത് കൃത്യമായ ഒരു സനദ്, കൃത്യമായിട്ട് ഇത് ശരിയാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു സനദ് അവിടെ ഉണ്ടാവും. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം
താക്കീതുകാരനെ അയക്കുക എന്നുള്ളത് പല രാജ്യക്കാർക്കും അല്ലെങ്കിൽ പല നാട്ടിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ താക്കീതുകാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ പ്രവാചകനായിട്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. അത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്ത് 33-ാം അധ്യായമായ അഹ്സാബിൽ 40-ാമത്തെ വചനത്തിൽ കൃത്യമായിട്ട് ആ സംഭവം പറയുന്നുണ്ട്. അതായത് മുഹമ്മദ് നിങ്ങളിലെ പുരുഷന്മാരുടെ ആരുടെയും പിതാവായിട്ടില്ല. അദ്ദേഹം ഒരു റസൂലും അല്ലെങ്കിൽ നബിയുമാണ്. അതുമാത്രമല്ല അവസാന പ്രവാചകനുമാണ് എന്ന്, ഖാത്തമുൻ നബിയാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനനുബന്ധമായ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വിശദീകരണമായിട്ട് പറഞ്ഞ ഹദീസുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാന പ്രവാചകനായിട്ട് നിയോഗിച്ചു. ഇനി ഇതിൻ്റെ ഇത് ഞാൻ പറയാം. അതായത് ഇതിനു മുമ്പ് ഇറങ്ങിയ പല ഗ്രന്ഥങ്ങളോട്, തൗറാത്ത്, അതേപോലെ ഇഞ്ചീൽ, സബൂർ, അതേപോലെ മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബിക്കുള്ള സുഹഫുകൾ, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വവും അതേപോലെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഗൈഡൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ആരിലൂടെയാണ്? അത് പ്രവാചകന്മാരിലൂടെ. മനുഷ്യരിൽ നിന്ന് തന്നെ മനുഷ്യർക്കൊരു ടീച്ചറെ നിയോഗിച്ചു കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അറിയിച്ചിട്ടുള്ളത്. കാരണം പിന്നീട് അവർ പറയരുത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി നീ അറിയിച്ചു തന്നില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയും ആണിത്. അത് തുടർന്ന് വരുന്ന 47-ാമത്തെ വചനത്തിൽ കൃത്യമായിട്ട് അതും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഖുർആനിൽ പല ഇടങ്ങളിലായിട്ട് ഇതേ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതായത് നിനക്ക് മുമ്പ് പ്രവാചകന്മാർ വരാത്തൊരു സമുദായമാണ് ഈ പറഞ്ഞ അറേബ്യ എന്നുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ഇന്ത്യയിലൊക്കെ പ്രവാചകൻ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇയാളെ പ്രശ്നം. വന്നിട്ടുണ്ടാവാം, വന്നിട്ടില്ലായിരിക്കാം, എന്തോ ആവട്ടെ. പക്ഷേ ഇപ്പോൾ ഇനി വരാത്ത ഒരു പ്രവാചകൻ വന്നിട്ടില്ല എന്ന് കരുതാം. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അവരോടുണ്ടാവില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ല എന്ന ഒരു ചോദ്യം അവർക്ക് ഉണ്ടാവില്ല. പിന്നെ അവർക്ക് എന്താണ് ഉണ്ടാവുക? ഏകദൈവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാണെങ്കിൽ അതെല്ലാ ആളുകൾക്കും അറിയാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ആളുകളാണ്. ഒരു ദൈവമേ ഉണ്ടാവൂ എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പല ദൈവങ്ങളും ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് അവൻ്റെ ബുദ്ധിക്ക് ചേർന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ചില ആളുകൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു ഏകദൈവ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോഴാണ് മനുഷ്യരിലേക്ക് പ്രവാചകന്മാരെ കൂടുതലായിട്ട് അയക്കാറുള്ളത്. ചിലപ്പോൾ ചില സമുദായത്തിലേക്ക് 2-3 പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, ചില സമുദായത്തിലേക്ക് അയച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അതൊക്കെ പോട്ടെ, നിങ്ങൾക്കിപ്പോൾ ഇത് എത്തിക്കിട്ടിയോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ വന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ ആ പഠിപ്പിക്കൽ, ആ ഒരു എന്താ പറയുക, അദ്ദേഹം എത്തിച്ച് തന്ന കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ എത്തിയിട്ടുണ്ടോ? അത് എടുത്തിട്ടാണല്ലോ നിങ്ങൾ വിമർശിക്കണേ. അത് ഇന്ത്യയിലെത്തിയോ? എത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഇപ്പോൾ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. അതിനിടക്കുള്ള സമയങ്ങളിൽ അത് എവിടെയെങ്കിലും എത്താത്തവരുണ്ടാവോ? അങ്ങനെ എത്താത്ത ഒരു സമുദായം ഉണ്ടാവാം. ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അത് അള്ളാഹുവും അവരുമായിട്ട് ആയിക്കോളുന്നേ, അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുക? ഒരു താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമുദായം കടന്നു പോയിട്ടില്ല മുമ്പും ഇപ്പോഴും. അപ്പോൾ ഈ താക്കീത് നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനി വരാത്ത ചില സമുദായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുവുമായിട്ടുള്ള ഹിസാബാണ്. അവർക്ക് ഉള്ള കണക്ക് നോക്കലൊക്കെ അള്ളാഹുവുമായിട്ടുള്ള. നിങ്ങളതിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ എത്തിക്കിട്ടിയ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളത് നിഷേധിക്കല്ലേ ചെയ്യുന്നത്? അപ്പോൾ അത് ആദ്യം ഒന്ന് ചിന്തിക്കുക. പിന്നെ ഇദ്ദേഹം വെറും അരുദ്യം തന്നെ പറയാം. ആദ്യം പറയും നമുക്ക് എത്തിയില്ല, പക്ഷെ എത്തിയിട്ടുണ്ടല്ലോ. എടുത്തിട്ടല്ലേ ഇയാൾ വിമർശിക്കണേ. എവിടെയെങ്കിലും ആവട്ടെ, സൗദി അറേബ്യയിലോ അമേരിക്കയിലോ എവിടെ ആയിക്കട്ടെ, അവിടെ ഉള്ള സംഭവം ഇവിടെ എത്തിയണോ? ആ ഖുർആൻ തന്നെയാണോ അവിടെ എത്തിയത്? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് എടുത്ത് വിമർശിക്കണേ. ഇതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദറ്റുണ്ടോ?
1400 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു പ്രവാചകനോട് സംസാരിച്ച ആ ഒരു ഗ്രന്ഥമല്ല ഇത് എന്നുള്ള ഒരു വാദം എങ്ങാനും അങ്ങേക്കുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒരു വാദം ഇല്ലല്ലോ. ഓക്കെ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാർക്കും അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ, പിന്നെ ആ പ്രവാചകൻ അവസാന പ്രവാചകനായതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം അവിടെ സംരക്ഷിക്കപ്പെട്ടു. മറ്റുള്ള ഗ്രന്ഥങ്ങളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് അന്ന് ഇറങ്ങിയ അതേ ഗ്രന്ഥം അതേപോലെ തന്നെ അതേ വാക്കുകളാണെന്നുള്ളത്. ഇപ്പോൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളായ വേദഗ്രന്ഥങ്ങളായ ഋഗ്വേദം മുതലുള്ള 4 വേദങ്ങളും ഇത് മുഴുവനായിട്ട് അന്നുള്ള അതേപോലെ തന്നെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നാണ് അവർ പറയുക. കാരണം ഇതിൽ പല കൈക്കടത്തലുകളും ചേർന്നിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ ബൈബിളും. പക്ഷേ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം പോലും അതിലേക്ക് കയറി കൂടിയിട്ടില്ല എന്നുള്ള ഒരു വെറുതെ ഒരു അവകാശവാദം മാത്രമല്ല, കൃത്യമായിട്ട് അതിലേക്ക് ഒരു അർഫ് പോലും കയറിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കയറിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. അങ്ങനെ തെളിയിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എപ്പം അവസാനത്തെ പ്രവാചകനെ ഏൽപ്പിക്കണം. അത് മറ്റുള്ളവരിലേക്ക് എത്തേണ്ട ഒരു സമയമുണ്ട്. ആ സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇസ്ലാമില്ലാത്തൊരു രാജ്യമില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ആദ്യം ഒന്ന് ഖുർആൻ വായിച്ചിട്ട് അതിൽ മുഴുവനായിട്ടൊന്ന് വായിച്ചിട്ട് ഒറ്റ പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് എന്നിട്ടൊന്ന് ചിന്തിക്കൂ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത്. അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിന്തിക്കൂ. വെറുതെ കയറിയിട്ടൊന്നും ചാടി കയറിയിട്ട് ഇസ്ലാം സ്വീകരിക്കൊന്നും വേണ്ട. നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇത് ഒന്ന് വായിച്ചതിന് ശേഷം ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.